ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് മത്തങ്ങയില തോരൻ വെച്ചാലോ. കർക്കിടക മാസമല്ലേ, മത്തങ്ങയില അതുപോലെ മുരിങ്ങയില അങ്ങനെ കുറേ ഇലകളില്ലേ. ഓരോ ദിവസം ഓരോ ഇലകൾ നമുക്ക് തോരൻ വെക്കാം. ഇന്ന് മത്തങ്ങയില വെക്കാം. പിന്നെ എല്ലാ ഇലയൊന്നും കിട്ടാൻ സാധ്യതയില്ല, എന്നാലും 10 ഇല കഴിക്കണം എന്നാണല്ലോ. എത്ര ഇല കിട്ടുന്നു അത്ര ഇല ഓരോ ദിവസം വെക്കാം കേട്ടോ, തോരൻ വയ്ക്കാം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ വേഗം എണ്ണ ഒഴിച്ച് നമുക്ക് വേഗം കടുകിടാം. കടുക് കൂട്ടി ഇനി ഇല എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്കിടാം. ഇളക്കി നല്ലപോലെ ഇളക്കി പൊത്തിട്ട് മൂടി വെക്കാം. എല്ലാം ഇതിനകത്ത് ചേർത്ത് കേട്ടോ, ഉപ്പും മുളകും ഉള്ളിയും മഞ്ഞളും എല്ലാം. മൂടി വെക്കാം. മൂടി വെച്ച് വേഗം ചെറുതീയിലാകുമ്പോൾ പതുക്കെ ഇരുന്ന് വെന്തോളും. എന്നാലും വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ വേഗം ആവട്ടെ. നോക്കാം ആയോന്ന്. സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കൂടെ നോക്കിയാൽ. ഓക്കെ, അങ്ങനെ 10 ഇലയിൽ ഒരില വെച്ച് റെഡിയായി. ബാക്കി 9 ഇല ഓരോ ദിവസമായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഉപ്പ് ഇതൊക്കെ പിടിച്ചോന്ന് നോക്കാം. കുറച്ച് കഴിച്ച് നോക്കാം. നല്ല ചൂടാണേ. കുഴപ്പമില്ല, സൂപ്പറായിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടിപ്പോയി. എന്നുവെച്ചാൽ ഞാൻ ഇടുമ്പോൾ ഇച്ചിരി അധികമായിപ്പോയി. അധികമല്ല, ചെറുതായിട്ട് കുറച്ചൊന്ന് കൂടിപ്പോയി. ശകലം ചോറിനകത്തൊക്കെ ഇട്ട് ഇളകി തിന്നുമ്പോൾ അത്രയും കൂടുതലാണ്. വെറുതെ തിന്നുമ്പോൾ ചെറുതായിട്ട് കുറച്ചൊരു ഉപ്പ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാം. ഇലകളൊക്കെ വെച്ച് കഴിക്കാനൊക്കെ ശ്രമിക്കണം. നമുക്ക് എല്ലാം കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയാലോ, എങ്ങനെയുണ്ടെന്നറിയാലോ. വലിയ കാര്യമായിട്ടുള്ള കറിയൊന്നും വെച്ചിട്ടില്ല. വൻപയർ പുഴുക്കുമാക്കി മത്തനില തോരനും വെച്ചു. രണ്ടും കൂടെ കൂട്ടി കഴിച്ചു നോക്കാം. നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ കഴിക്കുമ്പോൾ അധികം ഉപ്പില്ല കേട്ടോ. വെറുതെ വരുമ്പോൾ ശകലം കുറച്ചൊരു ഉപ്പ്, അത് കൂടുതലൊന്നുമില്ല. വെറുതെ കഴിക്കുമ്പോൾ ചെറിയതായിട്ട്, അതേ ഉള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട് മത്തൻ്റെ ഇല തോരൻ വെച്ചിട്ട് കഴിക്കാൻ. എല്ലാവരും കഴിക്കണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ശരി, ടാറ്റ.